നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് എന്ന് പറഞ്ഞാൽ കൊച്ചുനാളിലെ തൊട്ടേ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുകയും ഞങ്ങൾ ബികോമിനൊക്കെ ഒരുമിച്ച് പഠിക്കുകയും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് തിരുവല്ലയിലാണ്. ഒരു വളരെ വർഷങ്ങൾ ഗ്യാപ്പിന് ശേഷം ഒരു വർഷത്തിന് മുമ്പാണ് പുള്ളി വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ അസുഖങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഷെയർ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി ആഹാരത്തെക്കുറിച്ചൊരു കാര്യം, വളരെ വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമുക്ക് അസുഖം വരുള്ളൂ. ഞാനത് ചെക്ക് ചെയ്ത് നോക്കി, അത് സത്യമാണ്. ഒത്തിരി ആൾക്കാർക്ക് വരാറുണ്ട്. ഞാൻ എന്തായാലും പുള്ളിക്കാരൻ മറുപടി അയച്ചു, എന്താണ് അസുഖം എവിടെ നിന്ന് വരുന്നുള്ള ആ മറുപടി ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ടോക്ക് കംപ്ലീറ്റ് ആയില്ല. ഫോൺ കട്ടായി പോയി, പിന്നെ വിളിച്ചില്ല, സംസാരിച്ചില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ, അപ്പൊ പറഞ്ഞ ഒന്ന് രണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ക്വാളിറ്റി ഭക്ഷണം കഴിച്ചാലും എക്സസൈസ് ചെയ്താലും ഒരാൾക്ക് അസുഖം വന്ന അറിയാവുന്ന ഒരാളുടെ കേസ് പറഞ്ഞു. ഇതില് ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ച് നമ്മൾ റിസർച്ച് ചെയ്തു, അല്ലെ PhD എടുത്തു, ഇപ്പൊ റിസർച്ച് സ്കോളേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ റിസർച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഹൈപ്പോത്തസിസ് പറയും, അത് നമ്മൾ കണ്ടെത്തും. ഉദാഹരണത്തിന് ക്വാളിറ്റി ഫുഡും പ്രോപ്പർ എക്സസൈസും ചെയ്യുന്ന ഒരാൾക്ക് അസുഖം വരുമോ ഇല്ലയോ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ശരിക്കും ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പറയും എക്സസൈസ് ചെയ്താലും ക്വാളിറ്റി ആഹാരം കഴിച്ചാലും അസുഖം വരും, അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഇതാണ് ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ, ക്വാളിറ്റി ഫുഡ് കഴിച്ചാലും എക്സസൈസ് ചെയ്താലും അസുഖം വരും, പക്ഷെ എന്നാലും നമ്മൾ എക്സസൈസും ക്വാളിറ്റി ഫുഡും വിടരുത്. കാര്യം എന്താ, നമുക്ക് ഹൈ സോഴ്സ് ഓഫ് എനർജി കിട്ടും, ക്ഷീണം കാണത്തില്ല, ബോഡി ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിലേതെടുക്കണം? ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയും, ഏത് കാര്യത്തിന്റെയും ട്രൂത്ത് സെർച്ച് ചെയ്യാനുള്ളത്. ഇത് കണ്ടെത്തുന്നവർക്കാണ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി കൊടുക്കുന്നത്, അല്ലാതെ ലോയിലും കോമേഴ്സിലും മാനേജ്മെന്റിലും അല്ല ഈ അൾട്ടിമേറ്റ് ഡിഗ്രി കൊടുക്കുന്നത്. പണ്ട് സ്വാമിമാർക്ക് സർവജ്ഞപീഠം കൊടുക്കുമായിരുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, ഗീത, ഈ 3 ബുക്കിനെയും പഠിച്ച് അവർ അനാലിസിസ് നടത്തണം. നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് ഫുൾ സ്പിയറിലല്ല. ഫുൾ സ്പിയറിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നോൺ ഇസ് എ ഡ്രോപ്പ് ആൻഡ് അൺനോൺ ഇസ് എൻ ഓഷൻ. പണ്ട് രജനീകാന്തിന്റെ ബാബ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞത്. അപ്പൊ അന്ന് മനസ്സിലായില്ല നമുക്കൊരു ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു, എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ നിർത്തുകയാണ്, എനിക്കിനി ഒന്നും പറയാനില്ല. ഏതാ? സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ ഹെൽത്തിനെ കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ മെഡിക്കൽ സയൻസ് വരെ പറയുന്നത് അസുഖങ്ങളും മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ഇതിലൂടെ ഒന്ന് പോയി നോക്കി. ഇതിലെ ഏറ്റവും വലിയ അതോറിറ്റികൾ ആരാണ്? സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും വലിയ ആൾക്കാരാണ്. അവർ ഹെൽത്തിനെ കുറിച്ച് എന്ത് പറയുന്നത്? എല്ലാരും ശങ്കരാചാര്യരും തൊട്ട് ഈ ലാസ്റ്റ് ഇപ്പൊ ഉള്ള വെയിൻ ഡയർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടോപ്പ് 3 വരുന്ന ആളുൾപ്പെടെ ഇതിനെ കുറിച്ചുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഹെൽത്തി മൈൻഡാണ് ഇതിനാവശ്യം. ഒരു ഹെൽത്തി മൈൻഡ് വേണമെങ്കിൽ ഒരു ഹെൽത്തി ബോഡി വേണം.
ഹെൽത്തി ബോഡി വെച്ച് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത്. ഇനി അതിലൂടെ റിസർച്ച് നടത്തി നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന് മുട്ടൻ അസുഖം വന്നാ മരിച്ചത്. രമണ മഹർഷിക്ക് അസുഖം വന്നാ മരിച്ചത്. ജയകൃഷ്ണമൂർത്തിക്ക് അസുഖം വന്നാ മരിച്ചത്. അപ്പം അസുഖം വരത്തില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നു. ഇനി ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ അസ്ട്രോളജി അനുസരിച്ചാണെന്ന് പറയും. നിങ്ങളുടെ 7 തലമുറ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇത് സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആ പാപം തീർക്കാനാണ് നമ്മൾ മന്ത്രം തന്ത്രം അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നത്. ഇനി ഇത് തന്നെയല്ലേ സയൻസ് പറയുന്നത്? ജനറ്റിക് ആണ്. എവിടെ നിന്നാണ് ജനറ്റിക് വരുന്നത്? പൂർവികരുടെ നിന്നാണ് വരുന്നത്. ആരാ നമ്മുടെ പൂർവികർ ശരിക്കും പറഞ്ഞ 7 തലമുറയുള്ള? ഡാർവിന്റെ ഇതനുസരിച്ച് ഏതാ? നമ്മൾ മൃഗമല്ലേ, മൃഗത്തിൽ നിന്ന് വന്നതല്ലേ. പുറകോട്ട് പോയാൽ നമ്മൾ ചെടിയിൽ നിന്നല്ലേ വന്നത്, നമ്മൾ മിനറലിൽ നിന്നല്ലേ വന്നത്, ബിഗ് ബാങ് ശബ്ദത്തിൽ നിന്നല്ലേ വന്നത്. ബിഗ് ബാങ്ങിന് മുമ്പാരാ? ഒന്നുമില്ല. അതാണ് സത്യം. അപ്പം ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്നോടും. മറ്റേ ഫുഡ്, ഈ ടെസ്റ്റ്, ആ എക്സസൈസ്, പിന്നെ മറ്റേത് മറിച്ചത്, പുസ്തകം, പിന്നെ അമ്പലം, ആശ്രമം, അതല്ലെങ്കിൽ കാറ്, വീട്, ഫ്ലാറ്റ്, അല്ലെങ്കിൽ ഇനി പൊസിഷൻ, പവർ. ഇതിങ്ങനെ നമ്മളെ ഓടിക്കുന്നവരാ എല്ലാവരുടെയും കൂടെ പൃഥ്വിരാജിനെ കൂടെ തലവഴി എല്ലാരും കൂടെ അഭിഷേകം നടത്തുകയാണ്. കേരളത്തിൽ ഒരു പുണ്ണാക്കം ചെയ്തെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ചെമ്മന്നൂരിൽ അവനെ പിടിച്ച് ജയിലിലിട്ട്, പുഷ്പ 2 അവനെ പിടിച്ച് ജയിലിലിട്ട്. അൾട്ടിമേറ്റ് ക്രൈം ചെയ്യുന്നവനും മറ്റവന്മാരും സുഖമായിട്ട് നമ്മുടെ വക്കീലന്മാരുടെ സഹായത്തോടു കൂടി പുറത്ത് നിൽക്കുന്നു. ഞാൻ പറയുന്ന അൾട്ടിമേറ്റ് ട്രൂത്ത് പഠിക്കാതെ അതിന് താഴോട്ടുള്ള എന്ത് സാധനം നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കിയാലും ആൻസർ കിട്ടത്തില്ല. ഞാൻ പണ്ട് ഇതിനെ ഒരു യൂട്യൂബ് പ്രഭാഷണമാക്കി ഇടുമായിരുന്നു. ഇപ്പൊ ഞാൻ നിർത്തി. ആ യൂട്യൂബ് ചാനൽ ഞാൻ പൂട്ടി. ഒരു പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. ഇപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അംശം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അവരവര് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. ആ ഉത്തരം വേറൊരാൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഞാൻ നിരന്തരം എൻ്റെ കൊച്ചിലെ തുടങ്ങിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട്, ഈ ഭൂമി ഉരുണ്ടതാണെങ്കിൽ നമ്മളെന്താ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത്? കൺവിൻസിംഗ് ആയിട്ട് ഒരു ഉത്തരവും എനിക്ക് കിട്ടിയില്ല. ഇന്നുവരെയും ഞാൻ അത് പഠിക്കാനും ശ്രമിച്ചില്ല. പിന്നെ എനിക്കകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. ഈ ബീച്ചിൽ ചെന്ന ഈ വെള്ളം ഒരു പോയിന്റ് വരെ വന്നിട്ട് ആ വെള്ളം എന്താ ഇങ്ങോട്ട് വരാത്ത? എന്തോ സംഭവം? അറിയത്തില്ല. നക്ഷത്രം അവിടെ ഇല്ലെന്നാ പറയുന്നത്. അതും എപ്പോഴോ ലൈറ്റ് നമുക്ക് ഇത് ചെയ്തതാണ്. ഇപ്പൊ അവിടെ റിയലായിട്ട് നക്ഷത്രം ഇല്ലെന്നായിരുന്നു പറയുന്നത്. ചില കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യക്കാരി ഒരു വില്യംസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് സ്റ്റക്കായ അവര് വിചിത്രമായൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവര് അവിടെ ചന്ദ്രക്കലയെ കണ്ടു. അത് മാത്രമല്ല അവരുടെ കൂടെ ഉള്ളവര്. ഇവിടെ മുസ്ലിങ്ങൾ ഇപ്പൊ റംസാൻ പെറ കണ്ടില്ല, അത് അവരവിടെ കണ്ടു എന്നാ പറയുന്നത്. മാധവിക്കുട്ടിയെ പോലെ ഇപ്പൊ അവര് മുസ്ലിം ആവാൻ പോകുന്നു. ആയെന്ന് തോന്നുന്നു. ഇതൊക്കെ എങ്ങനെ കാണുന്നു? ഈ കാഴ്ചകള് ആരും കാണാത്ത കാഴ്ചകൾ ചിലര് കാണും. അപ്പൊ എന്താണ് ഇതെന്നൊക്കെ ഉള്ളത് ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇത് കാണുന്നവനും കേൾക്കുന്നവനും ഭ്രാന്തനാണെന്നാണ് ജനം പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ, എനിക്കൊരു സംശയമുണ്ടെങ്കിൽ, എനിക്ക് 100% സംശയമില്ല ഹെൽത്തിനെ കുറിച്ച്. സംശയമില്ല. അസുഖങ്ങളെ കുറിച്ച് എനിക്ക് ഒരു സംശയമില്ല. അത് ജനറ്റിക് ആണ്. അത് ജ്യോത്സ്യം പറയുന്ന കണക്ക് 7 തലമുറയില്ല, അതിനപ്പുറത്തെ തലമുറയിൽ നിന്ന് അത് വരും. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ഓരോ തോട്ടിനും ഇഫക്റ്റ് ഉണ്ട്. റിപ്പിൾ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു ഇഫക്റ്റ് ഉണ്ട്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്.
ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് എഫക്റ്റ് ഉണ്ട്. ഇത് കർമ്മ എന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുമില്ല, നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഇതെല്ലാം യൂട്യൂബിലുണ്ട്. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താ? വെഞ്ഞാറമ്മൂടിൽ അവൻ ചുറ്റിയിട്ടുണ്ട് എന്തുകൊണ്ട് അടിച്ചു. അതെങ്ങനെയാണ് ഒരുത്തൻ ഇത്രയും പേരെ കൊല്ലാൻ പറ്റുന്നത്? അവൻ രാത്രി 12 മണിക്ക് ബൈക്കിൽ പോയി. കൂടോത്രമുണ്ടോ, മന്ത്രമുണ്ടോ, ഇന്റർനാഷണൽ ടെററിസമാണോ? ഇവന്മാരെല്ലാം മുസ്ലിമാണ്, മുസ്ലിങ്ങളെല്ലാം കുഴപ്പമാണ്. ഇതാണ് മീഡിയ എത്തുന്നത്. അപ്പം പൃഥ്വിരാജിന് ഇവന്മാരെല്ലാം കൂടെ ചെളിവാരി എറിയുന്നില്ലേ? അവന്റെ സിനിമയിലൂടെയാണ് ഇലുമിനേറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇത്രയും പോപ്പുലറായത്. അവൻ ഇലുമിനേറ്റിയുടെ ആളാണെന്നാണ് പറയുന്നത്. ലൂസിഫർ ഒന്നെടുത്തതും ഇതാണ് ഇപ്പൊ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ഒരു ചുക്കും ചുണ്ണാമ്പും പഠിക്കാനല്ല ഇവിടെ ആൾക്കാർ. ഇവര് രാവിലെ എണീറ്റ് ചായയും കാപ്പിയും കുടിച്ച് പത്രവും വായിച്ച് സുഖമായിട്ട് 4 പേരെ ചീത്തയും വിളിച്ച് ഒന്നുകിൽ യൂസഫ് അലിയെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ രവി പിള്ളയെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ പൈസ ഉള്ളവന്മാര് നോട്ടടിച്ചാ പൈസ ഉണ്ടാക്കിയെന്ന് പറയും. ഒരാളും ഒരാളെയും അപ്രിഷിയേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് പൈസയുള്ളവരായിക്കോട്ടെ, ആകെ അപ്രിസിയേഷൻ നടക്കുന്ന എവിടെ? സ്പിരിച്വൽ ഫീൽഡിൽ അൾട്ടിമേറ്റ് ആയിട്ടിരിക്കുന്ന ടോപ്പ് 5 എടുത്താൽ എക്കാട്ടോടെ നമ്പർ 1, വെയിൻ ഡയർ നമ്പർ 2, മൂന്നാമത് നീഗ്രോ കാര്യമാണ്. ഒരു TV പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണ് അവരുടെ ലൈഫ് തുടങ്ങി. ഇവര് 3 പേരുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ടോപ്പ് സ്പിരിച്വൽ 3 ആൾക്കാർ. അവര് അൾട്ടിമേറ്റ് സാധനമാണ് പറയുന്നത്. ഇവരൊഴിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നവര് ഞാൻ നോക്കിയിട്ട് വയറ്റുപഴുപ്പിന് വേണ്ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടത്തി യൂട്യൂബ് ചാനലില് വ്യൂഷിപ്പിന് വേണ്ടി, വരുമാനത്തിന് വേണ്ടി അല്ലാതെ ഒരു പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മെനക്കെടും. അതുകൊണ്ട് യൂട്യൂബിൽ വരുന്ന സാധനങ്ങൾ ദയവ് ചെയ്ത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യും. ഇതെല്ലാം അവന്മാർ വയറ്റുപഴുപ്പിന് വേണ്ടി നമ്മൾ പഠിച്ച് നമ്മൾ റിസർച്ച് നടത്തി അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആയുർവേദത്തിലാണല്ലോ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അതിലാരാ രോഗി? നമ്മുടെ ചർച്ചയുടെ ആൻസർ ഞാൻ പറയാൻ വരുന്നത്, 3 നേരം ആഹാരം കഴിക്കുന്ന രോഗി, 2 നേരം ആഹാരം കഴിക്കുന്ന ഭോഗി, 1 നേരം ആഹാരം കഴിക്കുന്ന യോഗി. അപ്പൊ നമുക്ക് രോഗം എവിടെ നിന്നാ വരുന്നത്? ഭക്ഷണത്തിൽ നിന്നാ വരുന്നത്. ഇത് ആരെങ്കിലും ഒരാൾ പറയൂ? പറയത്തില്ല. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്താൽ അസുഖം വരാതിരിക്കും. ഇതാണ് ആൻസർ. അപ്പം ഇത് നമ്മളൊരു ഫോൺ ടോക്കിൽ കൂടെ സംസാരിക്കുമ്പോൾ ഈ ഒരു ഫ്ലോ വരത്തില്ല. ഇതാണ് എൻ്റെ ആൻസർ. അതുകൊണ്ട് ഒരാൾക്ക് അസുഖം വരുമോ വരത്തില്ലയോ ഒക്കെ എവിടെ നിന്ന് ഇത് വരുന്നു, ഇത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുകയാണ്. എൻ്റെ കേസ്, വൈഫിന് ചുമ തുടങ്ങിയിട്ട് 2 മാസമായി. പോവാത്ത ഡോക്ടറില്ല, കഴിക്കാത്ത മരുന്നില്ല. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയി. ഞാൻ മഴ നനഞ്ഞു, എനിക്കിപ്പോൾ അത് വന്നു. ഇപ്പൊ ഒരു കണ്ണില് റെഡ് ഇത് വന്നു, ഇപ്പൊ 2 കണ്ണിലും വന്നു. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആരെയും കാണാൻ പറ്റത്തില്ല, റെഡായി. നന്നായി, വീട്ടിലടങ്ങിയിരിക്കുമല്ലോ. വണ്ടി എടുത്ത് തെക്ക് വടക്ക് പോകും. ഇതാണ് പരിപാടി. എനിക്കിപ്പോ ആലോചിക്കാനും എനിക്ക് എങ്ങനെ കൊണ്ട് ഇത് വന്നു എന്നുള്ളത്, ഏതാ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചു വന്ന ആ ദിവസം തുടങ്ങിയതാണ്. 5 ദിവസമായി. ആൾക്കാർ കുറെ ആവി പിടിച്ചാൽ മതി, അത് പിടിച്ചാൽ മതി, പക്ഷെ കുറവില്ല. അപ്പൊ ഇതെവിടെ നിന്ന് വരുന്നു? ഇതൊക്കെ നമ്മൾ തന്നെ ആലോചിക്കേണ്ട. ഇതിന് കോൺക്രീറ്റ് ആൻസർ ഇല്ല, ഏതാ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ആൻസർ പറഞ്ഞ ആയുർവേദത്തില് അവരവരാ പുസ്തകം തുറന്ന് പഠിക്കണമെന്നേ. ഈ അൾട്ടിമേറ്റ് സാധനം, ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വേൾഡ് സിനിമ പഠിച്ചിട്ടാണ് അവൻ സിനിമ എടുക്കുന്നത്. പ്രിയദർശൻ എങ്ങനെ നമ്പർ ഉണ്ടായത്? അവൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോപ്പി അടിച്ച. നമ്മൾ ആയുർവേദം കോപ്പി അടിച്ചാൽ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. പൃഥ്വിരാജിനെ കണ്ടുപിടിക്കണം, പ്രിയദർശനെ കണ്ടുപിടിക്കണം. അവരൊക്കെ ബെസ്റ്റ് റിസർച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഈ ഡോക്ടേഴ്സ് ആരും റിസർച്ച് നടത്തുന്നവരല്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുമോ പഴം കഴിക്കരുത്? ശരിയായിരിക്കും, ഞാൻ കഴിച്ചു നോക്കി 1 മാസം 2 എണ്ണം വെച്ച് കഴിച്ചു നോക്കി.
ഒരു പുല്ലുമില്ല. പക്ഷേ ഒരു മുട്ട കഴിച്ചു നോക്കി, 2 കഴിച്ചു നോക്കി, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തില്ല, 228ആയി. മുട്ട ഇല്ലാതെ 0 ആക്കി, 185ആയി. ഒക്കേഷണലി കഴിച്ചു നോക്കി, 197ആയി. ഇപ്പം ഞാൻ ഡെയിലി ഒരു മുട്ട സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നു, ഒറ്റയടിക്ക് വിഴുങ്ങുന്നില്ല. ഇനി ചെക്ക് ചെയ്യും അടുത്ത മാസം. എന്നിട്ട് ഇത് 197 220 ആയാൽ, 185 മുട്ട കഴിക്കും. ഇത്രയല്ലേ ഉള്ളൂ. വെജിറ്റേറിയൻ ജീവിക്കുന്നില്ലേ? നമ്മളെന്തിനാ മുട്ട കഴിക്കുമ്പോൾ നിർബന്ധം പിടിക്കുന്നത്? ഒരു യൂട്യൂബ് പറഞ്ഞു തന്നിട്ടുണ്ട്, മുട്ടയാണ് ലോകത്തെ ഏറ്റവും വലിയ ആഹാരം. മുട്ട കഴിച്ചാൽ നമുക്ക് എല്ലാം കിട്ടും, വിറ്റാമിൻ ഡി ഉൾപ്പെടെ കിട്ടും. ഇതാണ് മനസ്സിൽ കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.